സ്വീഡനിലേക്ക് പറക്കാം പഠിക്കാം സ്റ്റഡി ലിങ്ക്സിലൂടെ. ദ ബെസ്റ്റ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി സ്റ്റഡി ലിങ്ക്സ് ഇന്റർനാഷണൽ. സ്വപ്നങ്ങൾക്കൊപ്പം എന്നും. ഗുഡ് മോർണിംഗ് ഫ്രം പോർട്ടോറിക്കോ. പോർട്ടോറിക്കോയുടെ തലസ്ഥാനമായിട്ടുള്ള സാൻ ജുവാൻ എന്ന് പറഞ്ഞ നഗരത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ താമസിക്കുന്ന എയർബിഎൻബിയിൽ നമുക്ക് ഹോട്ടലിൽ ചെയ്യാൻ പറ്റാത്ത പല പരിപാടികളും ഇവിടെ ചെയ്യാൻ പറ്റും. ഇത് രാവിലെ എണീറ്റ് കുളിക്കുന്നതിനോടൊപ്പം 2 ടീഷർട്ട്, നാളെ ഇടാൻ ടീഷർട്ട് ഇല്ല, ഇന്നലെ ഇട്ട ടീഷർട്ട് ഇന്നെടുത്തിട്ട് അലക്കിയില്ലായിരുന്നു, പറഞ്ഞുപോയി. 2 ടീഷർട്ട് അലക്കിയിട്ടു, ഷഡ്ഡിയും സോക്സും എല്ലാം അലക്കിയിട്ടു. ഷഡ്ഡിയൊക്കെ ഇവിടെ കസേരപ്പുറത്തിട്ടു, വേറെ വഴിയില്ല കഴിച്ചു. ഇവിടെ പുറത്തിടാൻ സെറ്റപ്പില്ല, അതുപോലെ ഞാനിവിടെ പുറത്തുണ്ടെന്നും മോശമില്ല, ചെയ്യാൻ പാടില്ലല്ലോ. പിന്നെ ഞാൻ ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൽ നിന്നും വാങ്ങിച്ചുകൊണ്ട് വന്ന നൂഡിൽസ് ഇവിടെ പോർട്ടോറിക്കോയിൽ വെച്ചുണ്ടാക്കി ഞാനിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ. എന്താല്ലേ, ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന നൂഡിൽസ് ആണ് ഇവിടെ പോർട്ടോറിക്കോയിൽ വെച്ചുണ്ടാക്കി കഴിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് നമുക്ക് രാവിലെ ഫുഡ് കഴിച്ചിട്ട് വേണം ഇറങ്ങാനായിട്ട്. ഓക്കെ, ഇതൊക്കെ കോസ്റ്റ് സേവിങ്ങിൻ്റെ ഭാഗമാണ് ഗൈസ്. യെസ്, കുട്ടിയല്ലോ അല്ലേ? ഓക്കെ, യെസ്. ഇതിന് വരെ ലോക്ക് കോഡുണ്ട്. ഇത് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് ലോക്കാവും. ഇതെന്ത് തുറന്നില്ല തന്നെ, ഇങ്ങനെ ലോക്കാകണം തോന്നുന്നു. യെസ്. ഇതെന്താ അകത്തുനിന്ന്, ഇത് നേരെ തിരിച്ചാ. ഇത് അകത്തുനിന്ന് തുറക്കാൻ ലോക്ക് കോഡ് വേണം, പുറത്തുനിന്ന് തുറക്കാൻ ലോക്ക് കോഡ് വേണ്ട. എന്നാണോ അങ്ങനെ? ഇവിടെ എവിടെയോ ട്രാഷ് ബിൻ ഉണ്ട്. എൻ്റെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. പെറ്റിയൊന്നും അടിച്ചിട്ടില്ലല്ലോ അല്ലേ? അങ്ങനെയല്ല, ഇവിടെ ഇച്ചിരി വണ്ടിയുടെ ഒരു ഇച്ചിരി ഫ്രണ്ടിലായിരുന്നു, റോഡിലായിരുന്നു. കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല. ഇവിടെ ട്രാഷ് ബിന്നൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ട്രാഷ് നമ്മൾ തന്നെ കൊണ്ട് കളയണം, ഇതാണ് പരിപാടി. എൻ്റെ ട്രാഷ് ഞാൻ കൊണ്ട് കളഞ്ഞു. എല്ലാം ഭയങ്കര ഓർഗനൈസ്ഡ് ആട്ടോ പരിപാടി. അതാണ് എനിക്കിഷ്ടം ഇവിടുത്തെ സംഭവം എന്ന് പറയുന്നത്. എല്ലാം വെരി വെൽ ഓർഗനൈസ്ഡ്. ഇപ്പോൾ വണ്ടിയിൽ കയറി എല്ലാം സെറ്റായി. ഇന്ന് നമ്മൾ പോർട്ടോറിക്കോയുടെ മറ്റൊരറ്റത്തേക്കാണ് പോകുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഈ സിറ്റി വിട്ടിട്ട് ഒരു 100-120 കിലോമീറ്റർ ചെയ്യുന്ന ട്രാവൽ ചെയ്യും. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് 41 കിലോമീറ്റർ ദൂരമുള്ളൊരു സ്ഥലത്തേക്കാണ്. ഇവിടുത്തെ പോർട്ടോറിക്കോയിലെ കുറേ വ്യത്യസ്തമായ കുറച്ച് കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് നമ്മളിന്ന് പോകുന്നത്. സോ വി ആർ റെഡി ടു ഗോ. എന്താ അല്ലേ, 52 കിലോമീറ്ററൊക്കെ പോകാനായിട്ട് 40 മിനിറ്റ് എന്നൊക്കെയാണ് കാണിക്കുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങി ഹൈവേയിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ പറപ്പീരാണ് എല്ലാവരും. ലോറിയൊക്കെ പോണ പോക്ക് കണ്ടില്ലേ? ഇവിടുത്തെ ട്രക്കും കാറും എല്ലാം ഒരേ സ്പീഡിലായിരിക്കും പോകുന്നത്. ചിലപ്പോൾ ട്രക്കൊക്കെ കാറിനെയൊക്കെ ഓവർടേക്ക് ചെയ്ത് പോകുന്നതാണ്. ഞാൻ തന്നെ ഇപ്പം 100-100 പോകുന്നത്. ആ ട്രക്ക് അതിനും മേലെയാണ് പോകുന്നത്. എന്തോന്നടേ ഇത്, ഭയങ്കര സംഭവം കേട്ടോ. ഇത് മൊത്തം നല്ല കിടിലൻ ഹൈവേ. അതായത് ഈ ഒരു ഐലൻഡിൻ്റെ ഒരറ്റം മുതൽ അങ്ങ് അറ്റം വരെ എനിക്കൊന്ന് സർക്കിളായിട്ട് റൗണ്ടായിട്ട് ഇതേപോലെ വലിയ എക്സ്പ്രസ് ഹൈവേ പണിത് വെച്ചിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് മൊത്തം ഇങ്ങനത്തെ റോഡുകളാണ്, എല്ലായിടത്തും കണക്ടിവിറ്റി. എക്സ്പ്രസ് ഹൈവേ ആണ്, ഓരോ സ്ഥലത്തും എക്സിറ്റും എൻട്രിയും കൊടുത്തിട്ടുള്ള എക്സ്പ്രസ് ഹൈവേ ആണ്. അതുകൊണ്ട് എന്തോ പെട്ടെന്ന് എത്താം. ഞാൻ ഡൊമിനിക്ക പോയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞായിരുന്നു, ഡൊമിനിക്കൻ റിപ്പബ്ലിക്ക് വെച്ചിട്ട് അതാണ് ഞാൻ കണ്ട ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള കരീബിയൻ കൺട്രീസ്. പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു കരീബിയൻ ഐലൻഡ്സിൽ ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടിരിക്കുന്ന സ്ഥലം ചിലപ്പം ഇതായിരിക്കും. എനിക്കങ്ങനെ ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. കാരണം അത്ര കിടിലൻ റോഡുകളും ഇൻഫ്രാസ്ട്രക്ചറും ബാക്കിയുള്ള സംഭവങ്ങളും പിന്നെ ബ്യൂട്ടി ആണെങ്കിലും എല്ലാം ഈ പറഞ്ഞാൽ അമേരിക്കയുടെ കയ്യിലിരിക്കുകയല്ലേ, ചെയ്തൂടെ? നമ്മളങ്ങനെ കൺട്രി സൈഡ് എത്തിയിരിക്കുകയാണ്. കൺട്രി സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഹൈവേ വിട്ട് പോകണം, എന്നാലേ നമുക്ക് ശരിക്കും ഒരു റിയൽ കൺട്രി സൈഡ് ഇവിടുത്തെ കാണാൻ പറ്റുള്ളൂ. എന്തായാലും നമുക്ക് ഒരു 20 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ, അതായത് 30 കിലോമീറ്റർ കൂടെ കഴിഞ്ഞാൽ നമ്മൾ ഹൈവേ വിടും. നമ്മളിപ്പോൾ ഈ പോകുന്ന ഹൈവേ ഉണ്ടല്ലോ, ഈ ഹൈവേയിൽ മിനിമം എല്ലാവരും 55 മൈൽ പെർ അവർ സ്പീഡിൽ പോകണം. അതായത് 55 എന്ന് പറയുമ്പോഴത്തേക്കിന് ഏകദേശം ഒരു 85 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ മിനിമം എല്ലാവരും പോകണം. മാക്സിമം 100 ഇവിടുത്തെ ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പം മിനിമം അത്രയും സ്പീഡിൽ പോകാൻ പറ്റുന്ന വണ്ടികളെ ഈ വഴി കൂടെ ഒക്കെ പോകാൻ പാടുള്ളൂ. നമ്മളിപ്പോൾ ഒരു ടോൾ പ്ലാസയിലൂടെ കടന്നു പോവാണ്. പക്ഷേ ഇവിടുത്തെ ടോൾ പ്ലാസയൊക്കെ ഉണ്ടല്ലോ, $1, $0.85, $1.5 അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത്രയും വലിയ ഹൈവേയിൽ ഇവിടുത്തെ ടോൾ നിരക്കെന്ന് പറയുന്നത് $1 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ റേറ്റ് വെച്ചത് ഭയങ്കര കുറവല്ലേ? നമ്മുടെ നാട്ടിൽ നമ്മൾ തന്നെ ഒരു കിലോമീറ്ററിന് 1.5 രൂപ 1.25 രൂപയൊക്കെ കൊടുക്കുന്നുണ്ട്. 150 രൂപ 200 രൂപയ്ക്കാണ് നമ്മുടെ ടോൾ വരുന്നത്. അത് നമ്മുടെ നാട്ടിലെ റേറ്റ് വെച്ച് ഭയങ്കര കൂടുതലാണ്. ഇവിടുത്തെ റേറ്റ് വെച്ച് ഇത് ഭയങ്കര കുറവാണ് ഈ ടോള്. ഈവൻ US പോലും എനിക്ക് തോന്നുന്നു ടോള്, US ആണത്, US ആണെങ്കിൽ പോലും ടോള് ഐ തിങ്ക് ഇറ്റ്സ് എ വെരി റീസണബിൾ പ്രൈസ്. അതുപോലെ വണ്ടികളും ഉണ്ട്. നമ്മുടെ നാട്ടിലെന്താ വണ്ടികളെല്ലാം കാണാം. നമ്മുടെ നാട്ടിൽ ശരിക്കും ഞാൻ ടോളിനെ പറ്റി ഒന്നും പറയുന്നില്ല.
അങ്ങനെ ഞാൻ 45 കിലോമീറ്റർ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സഞ്ചരിച്ച് ഞാനിപ്പോൾ ഒരു സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇത് ഇവിടുത്തെ ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്, അതായത് ഒരു പ്യുവർ ഗ്രാമം എന്നൊക്കെ പറയാവുന്നൊരു സ്ഥലം. ഓ വാ, എൻ്റെ ദൈവമേ ഗൈസ് നോക്കൂ, ഇത് കണ്ടാ? ഇവിടെ ഈ ബീച്ച് കാണാൻ വേണ്ടിയാണ് ഈ 50 കിലോമീറ്റർ ദൂരം വണ്ടി ഓടിച്ച് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എൻ്റെ പൊന്നു, ഇതൊരു ഒന്നൊന്നര സ്ഥലം കേട്ടോ ഇത്. മാർ ചിക്കിത്ത എന്നാണ് ഈ ബീച്ചിൻ്റെ പേര്, മാർ ചിക്കിത്ത ബീച്ച്. അപ്പോൾ ഇവിടെ നമുക്ക് വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഡ്രോണൊക്കെ പറത്തി നമുക്ക് സെറ്റാക്കാം. അപ്പോൾ ഇതാണ് മാർ ചിക്കിത്ത ബീച്ച് എന്ന് പറഞ്ഞ ഇവരുടെ ബീച്ച് എന്ന് പറയുന്നത്. ഇത് ഒരു വലിയ ബീച്ചാണെന്ന് തോന്നുന്നു. ഇവിടെ പിനാക്കോളാട വിൽക്കുന്ന ഒരു ആളുണ്ട്. പിനാക്കോളാട എന്ന് പറയുന്നത് ഒരു ക്യൂബൻ ഡ്രിങ്കാണ്, അതിനകത്ത് റമ്മൊക്കെ ഇട്ട് തരും, അങ്ങനത്തെ സാധനമാണ്. അപ്പോൾ ഇതാണ് മാർ ചിക്കിത്ത ബീച്ച് എന്ന് പറയുന്ന ആ ഒരു നമ്മൾ കാണാൻ വന്ന ബീച്ച്, മാർ ചിക്കിത്ത ബീച്ച്. കൊള്ളാം അല്ലേ? ഓ ഇത് അടിപൊളി. ഇത് എന്ത് സംഭവം എന്ന് മനസ്സിലായില്ലേ? ഇതിൻ്റെ ലൊക്കേഷൻ കണ്ടോ? അത് എങ്ങനെ ഇരിക്കുന്നതെന്ന് മനസ്സിലായോ? ആ പാറ കഷ്ണങ്ങൾക്ക് ഇടയിലൂടെ ഇങ്ങനെ ഒരു അർദ്ധവൃത്താകൃതിയിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു കിടിലം ബീച്ച്. ഓ ഇത് രക്ഷയില്ല കേട്ടോ, ഇത് കിടിലം ഭംഗിയാണ്. ശരിക്കും ഇതിൻ്റെ ആകാശ ദൃശ്യം നോക്കിയപ്പോഴാണ് കറക്റ്റ് നമുക്കത് ഏത് രീതിയിലാണ് ആ ബീച്ച് ഇരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഓ അത് പൊളിച്ചു. കടൽ ഭയങ്കര റഫാണ്. ഇവിടെ നമുക്ക് കാണാം ആ കല്ലിൻ്റെ മേളിലൊക്കെ ഇങ്ങനെ തിരയടിക്കുന്നത് നമുക്ക് കാണാം. പക്ഷേ ആ ഒരു കല്ല് അവിടെ ഇങ്ങനെ സെറ്റായി ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് വളരെ സുരക്ഷിതമായിട്ട് ഇവിടെ ഇറങ്ങാമെന്നുള്ളതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത. അത് വിളിച്ച് ഇവിടെ നമുക്ക് ഇപ്പുറവും അപ്പുറമായിട്ട് നമുക്ക് 2 ബീച്ച് കാണാം കേട്ടോ. അവിടെ നമുക്ക് വേറെ വലിയൊരു ബീച്ച് അപ്പുറത്ത് വേറെ ഉണ്ട്. അത് മൊത്തത്തിൽ ശരിക്കും ഈ പാറക്കഷ്ണങ്ങൾ കൊണ്ട്, അതായത് ഈ പാറക്കഷ്ണമല്ലേ, എന്താ ചെറിയൊരു മല കണ്ടില്ലേ, ഈ ഒരു മല കൊണ്ട് വളരെ സുരക്ഷിതമായിട്ടിരിക്കുകയാണ്. ഈ മല ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് കാണുന്ന ഈ ഒരു സാൻഡ് ബാങ്ക്, ഇവിടെ സാൻഡ് ബാങ്ക് എന്ന് പറയാൻ പറ്റില്ല, ഈ ഒരു ഭാഗം നമുക്ക് അവിടെ ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അതുപോലെയാണ് ആ ഒരു സംഭവം എന്ന് പറയുന്നത്. ഈ കടലെന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു സംഭവം കേട്ടോ. അതൊരു വല്ലാത്തൊരു പ്രകൃതി വിസ്മയം തന്നെയാണ് ഈ കടലും അതേപോലെ തന്നെ കടൽ തീരവും. നമുക്ക് ഓരോ നാട്ടിൽ പോകുമ്പോഴും നമുക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള വ്യത്യസ്ത രീതിയിലുള്ള കടൽ തീരമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലേ. ഇനി ഇവിടെ ഒരു കേവും കൂടെ ഉണ്ട്, ചിത്തിക്ക കേവ് എന്നും പറഞ്ഞുകൊണ്ട്. ഇതാണ് നമ്മുടെ കേവ് എന്ന് തോന്നുന്നു കേട്ടോ. കേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതായത് ഈ മലയുടെ ഇടയ്ക്കൂടെ ഇങ്ങനെ ശക്തമായിട്ടിങ്ങനെ വെള്ളം അടിച്ച് ആ മലയുടെ കഷ്ണമൊക്കെ ഇങ്ങനെ ഇളകി പോയിട്ടാണ് ശരിക്കും അവിടെ ഒരു കേവ് പോലൊരു സംഭവം ഉണ്ടാകുന്നത്. മനസ്സിലായില്ല? അതിശക്തമായിട്ട് വെള്ളം അടിക്കുമ്പോഴാണ് അത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. മനസ്സിലായോ? അതാണ് ആ ഒരു കേവ് എന്ന് പറയുന്നത്. ഇവിടെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. ഇതൊരു ഫാമിലി ഓൺഡ് ബിസിനസ്സാണ്. ഇവരിപ്പോൾ ഇവിടെ കൊണ്ടുവന്നത് സെറ്റാക്കിയതാണ് ഈ ഒരു കടയൊക്കെ. പിന്നെ അങ്ങനെ 1-2 സുവനീർ ഷോപ്പുകളും ബാക്കി പരിപാടികളൊക്കെ ഇവിടെ സെറ്റായി വരുന്നുണ്ട്. ഒരു ലോക്കൽസൊക്കെ കൂടുതലായിട്ട് വരുന്നൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. ടൂറിസ്റ്റുകളെക്കാട്ടി കൂടുതൽ എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് ലോക്കൽസാണ്. പക്ഷേ എനിക്ക് ഈ ഒരു സംഭവം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമോ ഇത് ഈ പറഞ്ഞ രീതിയിൽ ഉള്ള ഒരു കിടിലം ബീച്ചാണെന്നുള്ളത്. ഇവിടെ വെള്ളത്തിലിറങ്ങാൻ അത്രയ്ക്ക് ഒരു സെറ്റപ്പ് അല്ല. അതിൻ്റെ തീരങ്ങളിൽ 1-2 സ്ഥലങ്ങളിൽ മാത്രമേ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളിടത്തൊക്കെ എന്തോ പായൽ പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ തിര ഇങ്ങനെ അടിച്ചിട്ടേ നല്ല ശക്തിക്കാട്ടോ തിര അടിക്കുന്നത്, ഭയങ്കര ശക്തിക്കാണ് തിര അടിക്കുന്നത്. മനസ്സിലായില്ലേ? അതിങ്ങനെ സൈഡിൽ നിന്നും മേളിൽ നിന്നും എല്ലാം നോക്കുമ്പോൾ കാണാം ഭയങ്കര ശക്തിക്കാണ് ആ കല്ലിൻ്റെ ഇടയ്ക്കൂടെ, ആ 2 ഗ്യാപ്പിന് ഇടയ്ക്കൂടെ ഇങ്ങനെ തിര അടിക്കുന്നത്. ബീച്ചിൽ ഇറങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇറങ്ങുന്നില്ല. നമുക്ക് തിരിച്ച് പോകുന്നതിന് മുമ്പ് ഇറങ്ങാം. ഞാൻ എന്തായാലും ഫുൾ പ്രിപ്പയർഡായിട്ടാണ് വന്നത് ബീച്ചിൽ ഇറങ്ങാനായിട്ട്. അത് അടിപൊളി ബീച്ചായിരുന്നു അല്ലേ. ബീച്ചെല്ലാം അടിപൊളി ഒരു ഏരിയ ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ നോക്കുമ്പോൾ ഇത് ഭംഗിയെന്നറിയോ കാണാനായിട്ട്. ഇവിടെ ഇഷ്ടം പോലെ ബീച്ചുകൾ അറഞ്ചം പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. സോ നമ്മൾ ഇനിയിപ്പം അടുത്തൊരു സ്ഥലം പോവാണ്. അടുത്ത സ്ഥലം എന്ന് പറയുന്നത് അത് ഒരു സീസൈഡാണ്. പക്ഷെ അവിടെ നമുക്ക് കൊളംബസിൻ്റെ എന്തോ ഒരു സെറ്റപ്പ് ഉണ്ട് എന്നിങ്ങനെ ഞാൻ ഇങ്ങനെ കണ്ടായിരുന്നു. ഞാൻ ഇവിടുത്തെ 1-2 ലോക്കൽസ് ആയിട്ടുള്ള ആൾക്കാരോട് സംസാരിച്ചാണ് ഞാൻ ഈ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞാനിങ്ങനെ കണ്ടുപിടിച്ച് വെച്ചത്. മനസ്സിലായില്ലേ? കാരണം ഇവിടെ നമുക്ക് ഇന്ത്യക്കാരോ മലയാളികളോ അങ്ങനത്തെ ആൾക്കാരെ എനിക്ക് കണക്ട് ചെയ്ത് കിട്ടിയില്ലായിരുന്നു. സോ ഞാനിവിടെ കുറച്ച് ലോക്കൽസ് ആയിട്ടുള്ള ആളുകളായിട്ട് സംസാരിച്ച് കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ചാണ് ഞാനിപ്പം എക്സ്പ്ലോർ ചെയ്യുന്നത്. ഈ രാജ്യം നമ്മൾ വിചാരിച്ച പോലൊന്നും അല്ല കേട്ടോ ഈ രാജ്യം. ഇത് എവിടെ നോക്കിയാലും ഡെവലപ്ഡ് ആണ്. ഇതിനകത്ത് ഇവിടെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളോ അല്ലെങ്കിൽ നമുക്ക് സാധാരണ നമ്മൾ ഐലൻഡുകളിൽ പ്രതീക്ഷിക്കുന്ന ടൈപ്പ് സ്ഥലങ്ങളോ ഒന്നും അല്ല. ഇത് ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൻ്റെ ഓപ്പോസിറ്റാണ്. സേഫാണ്, 100% സേഫ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂറിസ്റ്റുകൾക്ക് ഇങ്ങനെ ഈസി ആയിട്ട് നടക്കാം. ആരും വന്ന് എന്താ പറയുക, മറ്റേ ടാക്സ് ആൻഡ് കൈക്കോസിലൊക്കെ പോയപ്പോഴത്തേക്കിനും അവിടെ
വേറെ പലതരത്തിലുള്ള സംഭവങ്ങളായിരുന്നില്ല, ഇവിടെ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെ കണ്ടില്ല, ഞാൻ എവിടെ പോയാലും ഈ പറഞ്ഞ ആളും തിരക്കും ട്രാഫിക്കും ഒക്കെയാണ്. നമ്മളിപ്പോൾ അമേരിക്കയുടെ കൺട്രി സൈഡിൽ കൂടെയാണ് വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നത്. കൺട്രി സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ കർണാടകത്തിലെ ഗുണ്ടൽപേട്ട വഴിയൊക്കെ വണ്ടി ഓടിക്കുന്ന പോലത്തെ ഒരു ഫീലാണ്. അതുപോലത്തെ വഴികളാണ് മൊത്തം. ചെറിയ ഇടുങ്ങിയ വഴി അപ്പുറം ഒന്നുമില്ല, വെറുതെ കാട് പിടിച്ച് കിടക്കുന്നത്. ഫുള്ള് കാട് പിടിച്ച് കിടക്കാണ്, മൊത്തം കാട് പിടിച്ച് കിടക്കാണ്. അപ്പുറത്തും ഇപ്പുറത്തും ചെറിയ ഇടുങ്ങിയ ഇടുങ്ങിയ വഴിയുടെ നടുവിലൂടെ ഞാനിപ്പോൾ വണ്ടി ഓടിച്ച് ഇവിടെ ഉള്ള കൊളംബസിന്റെ പ്രതിമ ഒരെണ്ണം ഇവിടെ ഉണ്ട്. പക്ഷേ ഗൂഗിൾ മാപ്പിൽ അത് ക്ലോസ്ഡ് എന്നാണ് കാണിക്കുന്നത്, കടൽ സൈഡിലാണ്. അപ്പോൾ അത് നോക്കിയാണ് ഞാൻ പോകുന്നത്. ക്ലോസ്ഡ് എന്നാണെങ്കിലും എന്താ സംഭവം നോക്കട്ടെ, ഞാൻ തല്ലിപ്പിടിച്ചെന്ന് അറിയത്തില്ലല്ലോ. ഞാനേ പോകുന്ന വഴിക്ക് ഒരു ബീച്ച് സൈഡിൽ കൂടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, ഒരു കടൽ തീരത്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്ഥലമൊക്കെ കാണുമ്പോഴത്തേക്കിനും നമ്മുടെ നാട്ടുമ്പുറം പോലെയൊക്കെ ഇല്ലേ. ദിസ് ഈസ് നോട്ട് അമേരിക്ക ഗൈസ്, ഇത് നമ്മുടെ കുമ്പളങ്ങി എഴുപിന്ന ശ്വേതയുടെ വീടിൻ്റെ അതിലൂടെയൊക്കെ പോകുന്നവരുണ്ട്. അപ്പോൾ ഇവിടെ റോഡിൻ്റെ ഈ ഒരു സൈഡിൽ തന്നെ നമുക്കിവിടെ കടൽ കാണാം. ഉണ്ടോ? ആ കടലെന്ന് പറയുമ്പോൾ ഇവിടെ ഇത്രയും മേളി ഇവിടെ വരെ തിര കയറി വരുന്നുണ്ട്. കടൽ കയറി റോഡ് സൈഡിൽ വരെ വന്നിരിക്കുക. അതൊക്കെ ഇതൊക്കെ ഭയങ്കര റഫാണ് ഇവിടെ. ഇവിടെ നമുക്ക് ഇറങ്ങാനൊന്നും പറ്റത്തൊന്നുമില്ല. ഇവിടെ മൊത്തം പാറയും പിന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. കടൽ ഭയങ്കര റഫാണ് ഈ ഭാഗത്ത്, കണ്ടില്ലേ? ബീച്ചിനോട് ചേർന്ന് കിടക്കുന്ന റോഡ്, വണ്ടികളൊക്കെ തുരുതുര പറ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ കടൽ തീരത്ത് പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടങ്ങളും അതേപോലെ തന്നെ വിജനമായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളും അങ്ങനെയുള്ള സാധാരണ സംഭവങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് കണ്ടൽ കാടുകളും അതും ഇതും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. ചെറിയ ഇടുങ്ങിയ വഴിയിലൂടെ ലോറികളൊക്കെ പറന്നാണ് വരുന്നത്. മൊത്തം ഇങ്ങനെ തെങ്ങൊക്കെ നിൽക്കുന്ന കണ്ട് ശരിക്കും നമ്മുടെ കേരളത്തിലൂടെ കടൽ തീരത്തൂടെ യാത്ര ചെയ്യുന്നൊരു പ്രതീതിയാണ് എനിക്കിപ്പോൾ. കേരളത്തിലല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് കടൽ തീരത്തൂടെ യാത്ര ചെയ്യുന്നൊരു പ്രതീതി. നമ്മളിങ്ങനെ റോഡിലൂടെ വരുമ്പോഴത്തേക്കിനും നമുക്കിവിടെ വലിയൊരു കൊളംബസിൻ്റെ പ്രതിമയാണ് ഈ കാണുന്നത്. കണ്ട് ഈ സാധനം ഫുള്ള് കാട് പിടിച്ച് കിടക്കുകയാണ്. അതിനകത്തോട്ടുള്ള എൻട്രൻസ് വരെ ബ്ലോക്ക് ചെയ്ത് മൊത്തത്തിൽ കാട് പിടിച്ച് കിടക്കുകയാണ്. കണ്ടില്ലേ? ഇവിടെ എല്ലാം കൊളംബസിനെ ആർക്കും ഇഷ്ടമല്ല എന്നാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കണ്ടില്ലേ? ഇത് ഭയങ്കര സംഭവമാണ്. ഞാനിത് കാണിച്ചു തരാം. ഇതെങ്ങനെ എൻ്റെ പരിപാടി എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് ഭയങ്കര സംഭവം കേട്ടോ. ഇന്നിവിടെ കടലാണെങ്കിൽ തിരയടിച്ചൊരു പരുവായി ഭയങ്കര എക്സ്ട്രീം തിരയടിക്കുന്ന സ്ഥലവും ഒക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ആ കൊളംബസിൻ്റെ പ്രതിമ കാണാനായിട്ട് വരുന്ന ആ ഒരു സ്ഥലത്ത് അവിടെ വന്നപ്പം ഇവിടെയും നമുക്ക് ഒരു ഗംഭീര ഒരു ബീച്ചൊക്കെ കാണാം. ഇവിടുത്തെ പല ബീച്ചുകളും നമുക്ക് ഇത്തരത്തിലാണ്. അതായത് ഈ പാറ ഇങ്ങനെ മാറി കിടക്കുന്ന സ്ഥലത്ത് ആ പാറയുടെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് അല്ലെങ്കിൽ ആ പാറയുടെ ആ പാറക്കഷ്ണങ്ങൾക്കിടയിലൂടെയാണ് ഇവിടെയും നമുക്ക് ബെസ്റ്റ്. ഇതേ നോക്ക്, ഇതും നമ്മൾ നേരത്തെ പോയ പോലെ തന്നെ ഉള്ളൊരു ബീച്ച്. എൻ്റെ ദൈവമേ, ഇത് പൊളിച്ചല്ലേ. ഇവിടെ മൊത്തം ഇങ്ങനത്തെ പരിപാടിയാണോ? ഇതെന്താ ഇതിങ്ങനെ? ഇത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഉള്ളൊരു കിടിലൻ ബീച്ച്. പക്ഷേ ഈ ബീച്ചിൻ്റെ ഒരു സൈഡിൽ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ, മനസ്സിലായില്ലേ? ബാക്കിയുള്ള ഈ ബീച്ചിൽ ആരും ഇങ്ങനെ വെള്ളത്തിൽ ചാടി മറിയാൻ വേണ്ടി വരുന്നവരല്ലല്ലോ. കൂടുതലും ഈ പറഞ്ഞ പോലെ സൺബാത്ത് ചെയ്യാനും നടക്കാനും പിന്നെ പട്ടീനെ നടത്താനും പിന്നെ അങ്ങനെയുള്ള പല ആവശ്യങ്ങൾക്കായിട്ട് വരുന്ന ആൾക്കാരാണ് ബീച്ചിലൊക്കെ കൂടുതലും. അങ്ങനെ ആ ബീച്ചിൻ്റെ സൈഡിൽ ഇങ്ങനെ അറ്റ്ലാന്റിക് ഓഷ്യനെ നോക്കി നിൽക്കുന്ന ആ ഒരു പ്രതിമ നമുക്കിങ്ങനെ കാണാൻ സാധിക്കുന്നത് കണ്ടില്ലേ? ആ ബീച്ചാണെങ്കിൽ തന്നെ നമുക്ക് നോക്കുമ്പോൾ കാണാം വളരെ ശക്തമായിട്ടുള്ള തിര ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. അതായത് വെള്ളം ഇങ്ങനെ മറിയുന്ന പോലത്തെ ഒരു സംഭവമാണ്, കണ്ടില്ലേ? നമ്മളൊരു ഈ വാഷിംഗ് മെഷീനകത്തൊക്കെ തുണി അലക്കാൻ ഇടുന്ന പോലത്തെ തന്നെയുള്ള അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. വെള്ളം ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കണ്ടില്ലേ? അത്ര സ്ട്രോങ് തിരയാണ്. അവിടെയാണ് ആൾക്കാർ കുളിക്കാനായിട്ട് പോകുന്നത്. ഇവിടുത്തെ ആ ഒരു ജോഗ്രഫിക്കൽ ലൊക്കേഷൻ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഈ പാറക്കെട്ടുകൾക്കിടയിൽ, അതായത് ഇതൊക്കെ മറ്റേ ഈ വോൾക്കാനിക് സ്റ്റോൺ പോലെയുള്ള സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ പാറക്കെട്ടുകൾക്ക് അപ്പുറവും ഇപ്പുറവും ഒക്കെ ആയിട്ടാണ് ഇത്തരത്തിൽ ഇങ്ങനെ കയറി ഇറങ്ങി കിടക്കുന്ന നമ്മുടെ ബീച്ചുകൾ സ്ഥിതി ചെയ്യുന്നത്. അത് നോക്കുമ്പോൾ മനസ്സിലാവും, കണ്ടില്ലേ? അപ്പോൾ നമുക്കിനി നമ്മുടെ കൊളംബസിൻ്റെ ആ ഒരു പ്രതിമയുടെ ഭാഗത്തേക്ക് പോകാം. കൊളംബസിൻ്റെ പ്രതിമയെ പറ്റി പറയുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും നമ്മൾ കൊളംബസിൻ്റെ പല സംഭവങ്ങളും കണ്ടു. ബഹാമസിൽ നമ്മൾ കണ്ടില്ല, അവരവിടെ വെട്ടിപ്പൊളിച്ച് കണ്ടത്. അപ്പോൾ ഇവിടെ ശരിക്കും ഒരു കൊളംബസിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രതിമ, ഒരു വലിയ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ഏകദേശം ഒരു 10-12 നില വലിപ്പമുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ ആ ഹൈറ്റിലാണ് ശരിക്കും ഈ ഒരു പ്രതിമ ഇവരിവിടെ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കണ്ടല്ലേ? എന്ത് രസമല്ലേ കാണാനായിട്ട്. ഇത് പക്ഷേ ദിസ് ഈസ് ക്ലോസ്ഡ് ഫോർ വിസിറ്റേഴ്സ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. കൊളംബസ് കൈ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട്, അതായത് ഒരു കപ്പൽ ഇങ്ങനെ ഓടിച്ച് കപ്പലിൻ്റെ മറ്റേ ആ ഒരു സ്റ്റിയറിംഗ് വീലില്ലേ
അതിങ്ങനെ ഒരു കയ്യിലും പിന്നെ ഒരു കൈ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന രീതിയിലാണ് ആ ഒരു പ്രതിമ ഇവരിവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് സംഭവം വളരെ ഭംഗിയുള്ള ഒരു കൺസെപ്റ്റാണ്. പക്ഷേ എന്തുകൊണ്ടോ ആ ഭംഗി എൻജോയ് ചെയ്യാൻ വേണ്ടി ആൾക്കാരെ വിടുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും സംഭവം കൊള്ളാം അല്ലേ? ശരിക്കും ഇതിൻ്റെ ഒരു ഭംഗി നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും ഇതിൻ്റെ ബാക്ക് സൈഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുള്ളൂ. ആ ഒരു കൊളംബസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ആ ഒരു കടൽ ഇങ്ങനെ കാണുമ്പോഴത്തേക്കിനുമാണ് നമുക്ക് അതിൻ്റെ ആ ഒരു യഥാർത്ഥ ഭംഗി നമുക്ക് മനസ്സിലാവുന്നത്. അടിപൊളിയല്ലേ? ഇത് കിടുമല്ലേ സംഭവം? ആ ഒരു കറക്റ്റ് ആ ഒരു ലൊക്കേഷനിലാണ് നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. മൊത്തത്തിൽ ഇവിടെ എല്ലാം കാട് പിടിച്ച് കിടക്കുകയാണ്. ആ ഒരു ഭംഗി ഒന്നുമില്ല. അവിടേക്ക് യാതൊരുവിധ ടൂറിസ്റ്റുകളെയും കടത്തിവിടാത്ത രീതിയിലുള്ള എന്തോ ഒരു സെറ്റപ്പാണ്. എന്തിനായിരിക്കും അങ്ങനെ ഇട്ടിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പം ഉണ്ടാക്കിയതിന് ശേഷം ഈ എന്തെങ്കിലുമൊക്കെ എതിർപ്പുകൾ വന്നത് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ആയിരിക്കണം, എന്താണെന്നറിയില്ല. എന്തായാലും ഇവർക്ക് കൊളംബസിനെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അമേരിക്കയാണല്ലോ, അമേരിക്കയുടെ ഭാഗമാണല്ലോ അല്ലേ? എന്താ സംഭവം എന്നറിയില്ല. ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ഇവിടെ ഉണ്ട് കേട്ടോ കേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വെള്ളം കയറി ഇങ്ങനെ കിടക്കുന്ന ആ ഒരു ഗുഹ പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടല്ലേ, അതിവിടെ ഉണ്ട് കേട്ടോ. അതേപോലെ പിന്നെ എൻ്റെ മുഖമൊക്കെ കണ്ടു ടാൻ അടിച്ച് ഫുള്ള് ഒരു പരുവായി. ഫുള്ള് ടാൻ അടിച്ചിട്ട് ആക്ച്വലി നീറുന്നുണ്ട്. വെസ്റ്റ് ഇൻഡീസ് കരീബിയൻ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് കരീബിയൻസ് എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ മനസ്സിൽ വരുന്നത് ബ്ലാക്സ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ, അല്ലെങ്കിൽ ഒരു മിക്സഡ് ബ്രൗൺ സ്കിൻ ആൾക്കാരൊക്കെ ആയിരിക്കുമല്ലോ. ഇവിടെ എല്ലാം അങ്ങനത്തെ ഒരു കൾച്ചറും പരിപാടി ആയിരിക്കും എന്നാണ് എൻ്റെ തെറ്റിദ്ധാരണ എല്ലാം ഇവിടെ വന്നപ്പോഴത്തേക്കിനും മാറി കിട്ടി. അതായത് പ്ലേസസ് ആർ ഡിഫറെന്റ്. ഇപ്പോൾ പോർട്ടോറിക്കോ എന്ന് പറയുന്നത് കരീബിയൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് US ബട്ട് ഇറ്റ് ബിലോങ്സ് ടു കരീബിയൻ അല്ലേ? കരീബിയൻ ആ ഒരു കടലിന്റെ സമീപത്താണല്ലോ പോർട്ടോറിക്കോ ഇരിക്കുന്നത്. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തതല്ലേ ഇതൊക്കെ ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത്. ഇത് അമേരിക്ക പോലെ തന്നെ, വേറെ ഒരു വ്യത്യാസമില്ല. അമേരിക്കയിലെ ഒരു സ്റ്റേറ്റിൽ പോകുമ്പോൾ എങ്ങനെയാണോ അതേപോലെ തന്നെ. ആൾക്കാർ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അമേരിക്കൻസ് ഉണ്ട്, പക്ഷേ ഇവിടെ അധികം ബ്ലാക്സ് ഇല്ല, ഞാൻ അധികം കണ്ടില്ല. ഇവിടുത്തെ ഒരു മിക്സഡ് സംഭവമാണ്. ഇവിടെ ബ്രൗൺസും ഒരു വൈറ്റ് ബ്രൗൺ മിക്സ് അങ്ങനത്തെ കുറച്ച് ഒരു ഡിഫറെന്റ് ടൈപ്പാണ് ഇവിടുത്തെ. ഞാനിങ്ങനെ വണ്ടി ഓടിച്ചു ഇങ്ങനെ പോയപ്പോഴത്തേക്കിനും ഔട്ട്ലെറ്റ് മാൾ എന്നും പറഞ്ഞൊരു ബോർഡ്. എന്നാൽ പിന്നെ ഒന്ന് കയറിയേക്കാം. ഔട്ട്ലെറ്റ് മാൾ എന്ന് പറയുന്നത് ഇവിടെ അമേരിക്കയുടെ കൾച്ചറാട്ടോ. അതിപ്പോൾ എവിടെ പോയാലും എനിക്ക് മനസ്സിലായി. അതായത് ബ്രാൻഡഡ് സാധനങ്ങൾ വില കുറച്ച് കിട്ടുന്ന സ്ഥാപനങ്ങളാണ് ഇവിടെ ഉള്ളത്. ഔട്ട്ലെറ്റ് മാൾ എന്നും പറഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് പോയി നോക്കാം. ഇതിനകത്ത് ഒരു ഗംഭീര ഫുഡ് കോർട്ടും ഉണ്ട് ഗൈസ്. അടിപൊളി. ഇതെന്തത് ഇത്ര വലിയ സെറ്റപ്പ് ഈ ഒരു ഐലൻഡിലോ? കരീബിയനിലെ പോർട്ടോറിക്കോ വേറെ ലെവലാട്ടോ. ഇവിടെ കടകളിലൊക്കെ ഞാൻ കയറി നോക്കി, ഒരു 3-4 കടകളിൽ ഭയങ്കര മോശം സ്റ്റോക്ക്. എനിക്ക് ഒട്ടും തൃപ്തിയായില്ല. ഞാൻ ഇങ്ങനത്തെ ഒരു എനിക്ക് തോന്നുന്നത് ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്ട്സ് പോലെയൊക്കെ തോന്നുന്നു. എന്തെങ്കിലും അപ്പം ഒന്നും വാങ്ങിച്ചൊന്നുമില്ല. ഞാൻ ഫുഡ് വാങ്ങിച്ചു. ഇവിടെ ഫില്ലി സ്റ്റേക്സ് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നമ്മൾ ഫിലാഡൽഫിയ പോയപ്പോഴത്തേക്കിനും കഴിച്ചായിരുന്നു ഫില്ലി സ്റ്റേക്സ്. അവരുടെ ഒരു ഷോപ്പ് ഇവിടെയുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വിങ്സ് വാങ്ങിച്ചു. വിങ്സ് US വന്നിട്ട് ഡയറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടാട്ടോ. ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചാണ്. പാടൊന്നുമല്ല, ചെയ്യാൻ പറ്റും, പക്ഷെ എന്നാലും ഇതൊക്കെ കാണുമ്പോൾ വാങ്ങാൻ തോന്നും. സ്ഥലത്തിന്റെ പേര് കണ്ടോ? ബാഴ്സലോണ എന്നല്ല ആയിരിക്കും എഴുതിയിരിക്കുന്നത്, ബാഴ്സലോണറ്റയോ അങ്ങനെ എന്തോ സംഭവം. അങ്ങനെ ഫുഡ് കഴിച്ച് നമ്മൾ ഇനി പോവാണ്. ഇനി നമുക്ക് അടുത്ത സ്ഥലം നമ്മൾ പോകാൻ പോകുന്നത് പറയാം. പോർട്ടോറിക്കോ എന്ന് പറയുമ്പോഴത്തേക്കിനും ഇവിടുത്തെ സ്പാനിഷ് കൾച്ചറിനെ പറ്റി കണ്ടില്ലെങ്കിൽ പിന്നെ എന്താ പിന്നെ കാണുക? ഇവിടെ വന്നിട്ട് കാണേണ്ട സംഭവം കണ്ടില്ലേ പിന്നെ എന്താ കാണുക അല്ലേ? സോ ഞാനതൊന്ന് കാണാൻ വേണ്ടി ഇവിടുത്തെ ഡൗൺ ടൗൺ ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ വി നീഡ് ടു പാർക്ക് ദ കാർ സംവെയർ, ദെൻ വി വിൽ ഗോ ഔട്ട്. നോക്കട്ടെ പാർക്കിംഗ് എവിടെ നോക്കട്ടെ. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നത് എവിടെയാണ്? എവിടെയോ പോയി നോക്കാം. നമ്മൾ ഡൗൺ ടൗൺ ഏരിയയിൽ, പോർട്ടോറിക്കോ ഡൗൺ ടൗൺ ഏരിയയിൽ വന്നു കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഇതുപോലെയുള്ള കുറേ യൂറോപ്യൻ സ്റ്റൈൽ കെട്ടിടങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതൊക്കെ ഒരു ഫ്രഞ്ച് സ്പാനിഷ് ടൈപ്പ് കെട്ടിടങ്ങളാണ്. നമുക്ക് പോണ്ടിച്ചേരിയിലും ഗോവയിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതുപോലെയുള്ള വിവിധ തരത്തിലുള്ള കെട്ടിടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള കെട്ടിടങ്ങളൊക്കെ ഇപ്പം ബാറുകളും ഐസ്ക്രീം പാർലറുകളും മുകളിൽ എയർബിഎൻബികളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ ആയിട്ട് അത്തരത്തിലുള്ള സെറ്റപ്പുകളായിട്ട് മാറിയിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം സാന്റോ ഡൊമിംഗോയിൽ വെച്ച് ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൽ വെച്ച് പറഞ്ഞ അതേ ചരിത്രം തന്നെ കുറച്ച് മാറ്റിമറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ പോർട്ടോറിക്കോയുടെ ചരിത്രമാവും. അതായത് ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചതാണ്. അതിനു മുമ്പായിട്ട് ഇത് ഇവിടുത്തെ ഏതൊരു ഫേമസ് ഷെഫ് പിള്ളയാണെന്ന് തോന്നുന്നു. അതല്ലേ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് പുള്ളി ഉണ്ടാക്കിയ ഡിഷിൻ്റെയൊക്കെ സാധനങ്ങളുടെയൊക്കെ ഫോട്ടോ വെച്ചിട്ട് അത്യാവശ്യം നല്ല തിരക്കും മറ്റുമൊക്കെ ഉള്ള ഒരു റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇത് എന്താ പരിപാടി എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതൊക്കെ ശരിക്കും ഈ കരീബിയൻ ഐലൻഡുകളിൽ ടിയാനോ വംശത്തിൽപ്പെട്ട ആളുകൾ പണ്ട് മുതൽ താമസിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ് അല്ലേ?
അപ്പോൾ അങ്ങനെ അവർ ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന ആദിമ മനുഷ്യരുടെ ഇടയിലേക്കാണ് നമ്മുടെ കൊളംബസ് 1500 കാലഘട്ടങ്ങളിൽ കയറി വന്നത്. അത് പറഞ്ഞപ്പം പോർട്ടോറിക്കോയുടെ സൂനിയർ വാങ്ങിക്കാൻ പറഞ്ഞു. അത് ആദ്യം പോയി വാങ്ങിക്കട്ടെ, എന്നിട്ട് കൊളംബസിൻ്റെ അടുത്ത് ഞാൻ പോവാം. ഇതുള്ള അല്ലേ പോർട്ടോറിക്കോ ഐലൻഡ് ഓഫ് എൻചാൻറ്റ്മെൻറ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത് സ്പാനിഷിൽ. ഐല ഡെൽ എൻകാൻറ്റോ എന്ന്. ഇതുള്ള അല്ലേ ആദ്യമായിട്ടാണ് ഇത്ര ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒരു സൂനിയർ കാണുന്നത്. വാങ്ങിച്ചേക്കാം. അപ്പോൾ കൊളംബസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കൊളംബസ് 1500 കാലഘട്ടങ്ങളിൽ അമേരിക്കയ്ക്കൊക്കെ നടത്തിയ ആ ഒരു യാത്രയുടെ ഭാഗത്ത് ഇങ്ങനെ ഓരോ ഐലൻഡുകൾ ഇങ്ങനെ കണ്ടുപിടിച്ചാണ് പുള്ളി അങ്ങനെ അവസാനം അമേരിക്കയിൽ എത്തിപ്പെട്ടത്. അപ്പോൾ അങ്ങനെ എത്തിപ്പെട്ട ഒരു ദ്വീപുകളിൽ ഒന്നാണ് പോർട്ടോറിക്കോ എന്ന് പറയുന്ന ഈ ഒരു ദ്വീപ്. അങ്ങനെ ഈ രാജ്യം അവരുടെ കോളനിയാക്കി മാറ്റുന്നു. ഇവിടെ ഉണ്ടായിരുന്ന ടൈനോ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ അടിമകളാക്കുന്നു. പിന്നീട് ആഫ്രിക്കൻ സ്ലേവ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അങ്ങനെ പല പല കാര്യങ്ങളും നടക്കുന്നു. അങ്ങനെ ഫൈനലി ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ പാവപ്പെട്ട ആൾക്കാരായിരുന്നു. അതായത് അവർക്ക് ഈ രോഗപ്രതിരോധ ശക്തിയൊന്നും ഇല്ലാത്ത ആൾക്കാരായിരുന്നു. ഇവർ വന്നപ്പോഴോടുകൂടി ഇവർക്കുള്ള അസുഖങ്ങളും ബാക്കിയുള്ള സംഭവങ്ങളും എല്ലാം കൂടെ ചേർന്ന് ഇവർക്ക് കിട്ടി. ഇവരെല്ലാവരും കൂടെ ചത്തൊടുങ്ങി. അങ്ങനെ ഇപ്പോൾ നിലവിലുള്ള ഈ കരീബിയൻ ദ്വീപുകളിലെല്ലാം സംഭവിച്ച കാര്യം എന്ന് പറയുന്നത് ഈ ടൈനോ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഇവർ വന്ന് കുറച്ച് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിച്ച് അങ്ങനെയാണ് ഈ സങ്കരയിനം മിക്സഡ് ആളുകളൊക്കെ ഉണ്ടായത്. 1898 നടന്ന സ്പാനിഷ് അമേരിക്കൻ വാറിന് ശേഷമാണ് അമേരിക്ക ഈ ഒരു പോർട്ടോറിക്കോ കൈയടക്കി എടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം അമേരിക്കയാണ് ഈ ഒരു സ്ഥലം കൈയടക്കി വെച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ഈ ദ്വീപും പിന്നെ US വെർജിൻ ഐലൻഡ്സ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ താഴെയായിട്ട് ഇത് പോർട്ടോറിക്കോ ഒരു സ്ഥലവും പിന്നെ ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡ്സും US വെർജിൻ ഐലൻഡ്സും ഉണ്ട്. അത് ഒരു റീഫിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമാണ്. അപ്പോൾ ഇത് മാപ്പ് നോക്കുമ്പോൾ കറക്റ്റ് മനസ്സിലാവും. ഈ ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡ്സിൻ്റെ ഇപ്പുറത്താണ് US വെർജിൻ ഐലൻഡ്സ്. അപ്പോൾ അത് വേറെ, ഇത് വേറെ. പിന്നെ അമേരിക്കയുടെ വേറെ സ്ഥലങ്ങളുള്ളത് ഗുവാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഓഷ്യാനിയ ഭാഗത്ത്, അതായത് ഓസ്ട്രേലിയ അതിൻ്റെയൊക്കെ മേളിലായിട്ട്, ഫിജിയുടെയൊക്കെ മേളിലായിട്ട് ഗുവാം എന്ന് പറഞ്ഞൊരു ടെറിട്ടറി ഉണ്ട്. അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളാണ് അമേരിക്കയ്ക്കുള്ളത്. പക്ഷേ ഇവരിതൊന്നും അവരുടെ സ്റ്റേറ്റ് ആയിട്ട് അംഗീകരിച്ചിട്ടില്ല. എന്നാൽ ഇവിടുത്തെ ആൾക്കാർ അമേരിക്കൻസ് ആണ്, ഇവർക്ക് അമേരിക്കൻ പാസ്പോർട്ടാണ്. പക്ഷേ ഇവർക്ക് അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ നിന്നും വോട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ നിന്നൊരു കോൺസിലർ ഇല്ല. സെനറ്റ് മെമ്പേഴ്സായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഗവർണേഴ്സാണ് ബേസിക്കലി ഇവിടെ നിന്നുള്ളത്. അല്ലാതെ ഇവർക്ക് വോട്ടിംഗ് റൈറ്റ്സോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അതേപോലെ തന്നെ ഇവർ അമേരിക്കൻ സിസ്റ്റത്തിന് വേണ്ടി ടാക്സ് കൊടുക്കുന്നില്ല, അതായത് ടാക്സ് കളക്ട് ചെയ്യുന്നില്ല ഇവിടുത്തെ ആൾക്കാരുടെ നിന്ന്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് വ്യത്യസ്തമായ പരിപാടികളാണ് പോർട്ടോറിക്കോയെ സംബന്ധിച്ച് പറയാനുള്ളത്. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ ഗൂഗിളിൽ തപ്പിയാൽ ഈ വിക്കിപീഡിയ നോക്കിയാൽ വായിച്ച് മനസ്സിലാക്കിയാൽ മതി. കുറേ സംഭവമുണ്ട്. എന്തുകൊണ്ടാണ് പോർട്ടോറിക്കോ ഇങ്ങനെ, എന്തുകൊണ്ടാണ് അമേരിക്ക ഇപ്പോഴും പോർട്ടോറിക്കോനെ സ്റ്റേറ്റ് ആയിട്ട് കാണാത്തത്. പിന്നെ ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് വേണമെങ്കിൽ സ്റ്റേറ്റ് ആയിട്ട് കാണാം, അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് വെക്കാം. പിന്നെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇൻഡിവിജ്വൽ കൺട്രി ആക്കണം എന്നൊക്കെ പറയുന്നത്. പക്ഷേ അങ്ങനെ നടക്കില്ല. എന്തായാലും ഭാവിയിൽ എപ്പോഴെങ്കിലും ഇത് അമേരിക്കയുടെ സ്റ്റേറ്റായി മാറുമോ എന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഫോട്ടോസ് വിത്ത് ബേർഡ്സ്, $10 ഫോട്ടോസ് വിത്ത് ബേർഡ്സിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാം. കേട്ടോ, അടിപൊളി ബേർഡ്സ് അല്ലേ. നമ്മുടെ ഇന്ത്യക്കാരൊക്കെ അധികം ഇല്ലാത്ത സ്ഥലങ്ങളാണ് കേട്ടോ ഇത്. ഞാനിവിടെ വന്നിട്ട് ഇതുവരെ ഞാനൊരു ഇന്ത്യക്കാരനെ കണ്ടിട്ടില്ല. അതേപോലെ ഞാൻ ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൽ പോയപ്പം അവിടെയും ഞാൻ ഇന്ത്യക്കാരെ കണ്ടിട്ടില്ല. ഉണ്ടാക്കുന്നതിൽ ഒരു 3-4 ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ കണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ത്യക്കാരുണ്ടാവും. പിന്നെ നമ്മുടെ മലയാളികളൊക്കെ വളരെ കുറവാണെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഏതെങ്കിലും മലയാളികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യൂ. അല്ലാതെ ഞാനിവിടെ കുറേ കണക്ട് ചെയ്യാൻ നോക്കിയിട്ട് ഇവിടെ ഒരു മലയാളി എനിക്ക് കണക്ട് ചെയ്യാൻ കിട്ടിയില്ലായിരുന്നു. ഇത് ഭയങ്കര സെറ്റപ്പാട്ടോ. നമുക്ക് ഇതുപോലെയുള്ള ഈ ഓൾഡ് ടൗണിൽ കൂടെ നടക്കുക എന്ന് പറയുമ്പോഴത്തേക്കിനും ഇത് കംപ്ലീറ്റ് ഇതിലൂടെയൊക്കെ നടക്കുക എന്ന് പറയുമ്പോൾ അതൊരു വേറൊരു സംഭവമാണ്. പഴയ കെട്ടിടങ്ങളൊക്കെ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് സൂക്ഷിച്ചിരിക്കുന്നുണ്ടല്ലേ. ആ ഒരു മൾട്ടി കളർ സെറ്റപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇങ്ങനത്തെ ഈ മൾട്ടി കളർ, ഇതുപോലെയുള്ള പല സിംഗിൾ കളറിൽ തന്നെ മൾട്ടിപ്പിൾ ബിൽഡിങ്സ് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര രസമല്ലേ. ഇപ്പോൾ മനസ്സിലായില്ലേ, ഇതൊക്കെയാണ് പോർട്ടോറിക്കോ. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ബാക്കിയുള്ള സ്ഥലത്ത് കാണുന്ന പോലെ ഇഷ്ടംപോലെ ബീച്ച് റിസോർട്ടുകളും ഇവിടെ ഉണ്ടാവും. ഞാനതൊന്നും കാണാൻ പോയില്ല, കാരണം എല്ലായിടത്തും പോയിട്ട് സെയിം സംഭവങ്ങൾ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. എൻ്റെ യാത്രയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്, നമ്മൾ അടുത്ത പുസ്തകം എഴുതുമ്പോഴത്തേക്കിനും കരീബിയൻ യാത്രയുടെ പുസ്തകം എഴുതുമ്പോഴത്തേക്കിനും കരീബിയൻ മൊത്തത്തിൽ അളന്ന് കുറിച്ച് പഠിക്കണ്ടേ, എന്നാലേ എഴുതാൻ പറ്റുള്ളൂ. അതിനകത്ത് സംഭവങ്ങൾ, ഓരോ രാജ്യത്തെയും അവിടുത്തെ ജീവിത രീതികളും കാഴ്ചപ്പാടുകളും കാര്യങ്ങളും, എങ്ങനെയാണ് ആളുകൾ ജീവിക്കുന്നത്, ഏത് തരത്തിലുള്ള ആൾക്കാരാണെന്നൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതായിരുന്നു. ഇവിടെ വന്നപ്പോൾ മനസ്സിലായി ഇത് ഡിറ്റോ അമേരിക്കയാണ്. ഇവിടെ എനിക്കൊരു കരീബിയൻ ഫുഡ് പോലും ഞാൻ ഇവിടെ കണ്ടില്ല, ഒരു കരീബിയൻ പാട്ട് പോലും കേട്ടില്ല, ഒരു കരീബിയൻ ഇൻഫ്ലുവൻസും നമ്മൾ ആ സംഭവമൊന്നും ഞാൻ കണ്ടില്ല. ഫുൾ സ്പാനിഷ് കൾച്ചറുള്ള അമേരിക്കക്കാർ, ഇതാണ് സംഭവം. ഞാനിപ്പോൾ നടന്ന് മിരാണ്ട, ഇത് കണ്ടോ, ഇതാണ് മിരാണ്ട, കണ്ടില്ലേ? മിരാണ്ടനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഫ്രാൻസിസ്കോ ഡി മിരാണ്ട, ഇതാണ് മിരാണ്ട. ആരേത് അറിയില്ല ശരിക്കും. ഇത് മറ്റേ ഓൾഡ് ടൗൺ ഏരിയയിൽ ഇതിന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ കുറച്ച് കോട്ടയം ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്.
അപ്പോൾ അവിടെ സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതായത് ഇതിങ്ങനെയൊക്കെ തന്നെയാണ് കാണുന്നത്. കണ്ടില്ലേ ഈ കെട്ടിടങ്ങളും ബാക്കിയുള്ള സംഭവങ്ങളും, ഇതിൻ്റെ സമീപത്തായിട്ടൊരു പാർക്ക്, പിന്നെ ഇതിങ്ങനെ കടലിങ്ങനെ കയറി കിടക്കുന്ന സ്ഥലം. ഞാൻ താമസിക്കുന്നത് ഇതിൻ്റെ ആ ഭാഗത്ത് എവിടെയോ ആയിട്ടാണ് ഞാൻ റൂം എടുത്തിരുന്നത്. അതിനിപ്പോൾ തിരിച്ച് നമ്മൾ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് അങ്ങോട്ടേക്ക് പോകണം. കൊള്ളാം അല്ലേ? നിങ്ങൾ അമേരിക്ക ഉള്ളവർക്ക് നിങ്ങൾക്ക് ജസ്റ്റ് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആണിത്. ലൈക്ക് ഇറ്റ് വോണ്ട് ബി മച്ച് എക്സ്പെൻസീവ് ഫോർ യു. എയർബിഎൻബി എടുക്കണം. എയർബിഎൻബി ആണ് ചീപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരാം. അമേരിക്ക ഉള്ളവർക്ക് വളരെ ഈസി ആയിട്ട് വരാം. നമുക്ക് അല്ലാത്ത ആൾക്കാർക്കൊക്കെ ഇങ്ങോട്ടേക്ക് വരണമെന്നുണ്ടെങ്കിൽ അമേരിക്ക വഴി അല്ലാണ്ട് വരാൻ പറ്റത്തില്ല. ഈ പല കരീബിയൻ രാജ്യങ്ങളിലേക്കും അമേരിക്ക വഴി തന്നെ വരണം. ഓ മാൻ, ഇത് ഡിറ്റോ പോണ്ടിച്ചേരി ഇല്ലേ? സോ ഗൈസ്, അങ്ങനെ നമ്മൾ ഇതെന്താ പരിപാടി? ഇത് മറ്റേ ആ വണ്ടിക്കകത്തേക്ക് സാധനം കയറ്റുക. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ എന്താ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിനിയിപ്പോൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഇവിടെ ശരിക്കും ഈ പറഞ്ഞ പോലെ ചുമ്മാ കാണാൻ വരുന്ന എന്നെ പോലുള്ള ആൾക്കാർക്ക് ഈ പറയുന്ന രാജ്യങ്ങളൊക്കെ 1-2 ദിവസം കൊണ്ട് ചുമ്മാ കണ്ടു തീർക്കാവുന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തത എന്ന് പറയുന്ന സംഭവം ശരിക്കും നമുക്ക് ഈ ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴും അവിടുത്തെ കൾച്ചർ മനസ്സിലാക്കുമ്പോഴും ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത്, അല്ലേ? അപ്പോൾ ആ ഒരു സംഭവം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ചെറിയ കുഞ്ഞു രാജ്യങ്ങളിലേക്ക് പോകണം. അപ്പോൾ എന്തായാലും ഇനി ഇതിനടുത്ത് നമുക്ക് പോകാനായിട്ടുള്ളത് ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡും US വെർജിൻ ഐലൻഡ്സുമാണ്. അതിൽ ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡ്സ് ആണ് ഞാനിപ്പോൾ പോകുന്നത്. US വെർജിൻ ഐലൻഡ്സ് പോകുന്നില്ല. ഒരു നൈറ്റേ ഞാനവിടെ ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡിലേ ഉള്ളൂ. കാരണം അത് അതിന് മാത്രം ഉള്ളതേ ഉള്ളൂ. ഒരു ചെറിയ കുഞ്ഞു രാജ്യമാണ്. സോ നൗ വി ഗോ ബാക്ക് ടു അവർ Airbnb ഗൈസ്. മുമ്പിൽ പോലീസുകാർ നിർത്തിയിട്ട് വണ്ടി നിർത്തിച്ചിട്ട് എന്തോ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടല്ലോ. നോക്കി, എന്തോ VIP മൂവ്മെന്റ് ആണെന്ന് തോന്നുന്നു. പോലീസിന്റെ ബൈക്കാണത്. വേണ്ട, ഒരു വണ്ടി നിർത്തി വെച്ചിട്ട് കണ്ടല്ലേ പോലീസിയാന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഈ പരിപാടി ഇവിടെ ഉണ്ടല്ലേ? ഇതൊക്കെ നമ്മുടെ നാട്ടിലേ കണ്ടിട്ടുള്ളൂ. ഞങ്ങൾക്ക് സിഗ്നലാ, എന്നാലും നമുക്ക് ചെയ്യുന്ന പരിപാടി അടിപൊളി. ഈ വേറൊരു കാര്യം പറയട്ടെ, നാളെ നമ്മൾ പോകുന്ന ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡില് ഞാൻ ഇതുവരെ താമസം ബുക്ക് ചെയ്തിട്ടില്ല, വണ്ടി ബുക്ക് ചെയ്തിട്ടില്ല. അവിടെ എന്താ സെറ്റപ്പ് എന്ന് പോലും എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഫ്ലൈറ്റ് ടിക്കറ്റ് മാത്രം 1.5 മാസം 2 മാസം മുന്നേ എടുത്തു വെച്ചതാ. അതുണ്ട് ഇനി എക്സ്പെൻസീവാ ഫ്ലൈറ്റ്. ഇവിടെ നിന്നൊക്കെ 1/2 മണിക്കൂറേ ഉള്ളൂ എല്ലാം. നമ്മൾ ഈ പുണ്ടാക്കരയിൽ ഇങ്ങോട്ട് വന്ന ഫ്ലൈറ്റ് 1/2 മണിക്കൂറേ ഉള്ളൂ. എന്ത് വിലയാണെന്നറിയോ? $200, $300, $250, $300 മിനിമം ആണ്. 10-15 മിനിറ്റ് ഉള്ള ഫ്ലൈറ്റിനൊക്കെ അത്രയും കാശ് കൊടുക്കണമെന്നേ. ഭയങ്കര എക്സ്പെൻസീവ് ആണെന്നേ. ഇവിടെ ഈ ഭാഗം തൊട്ട പൈസയാണ്. നെക്സ്റ്റ് ഡേ നമ്മൾ ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്ത് പോവാണ്. നമ്മൾ നമ്മുടെ അടുത്ത രാജ്യത്തേക്ക് പോവാണ്. രാജ്യം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അത് ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡ് ആണ്. ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ US-ന്റെ ടെറിട്ടറി പോലെ തന്നെ അത് ബ്രിട്ടീഷിൻ്റെ ടെറിട്ടറിയാണ്. അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. സോ പെട്ടി എല്ലാം പാക്ക് ചെയ്ത് വെച്ച് ഓൾ സെറ്റ്, എവറിത്തിങ് ഈസ് റെഡി. അപ്പോൾ AC ഓഫ് ആയിട്ടെ. ഇനി രാവിലെ കുറേ പരിപാടി ഉണ്ടെന്ന്. ഈ വണ്ടി തിരിച്ചുകൊണ്ട് കൊടുക്കണ്ടേ? ആ വണ്ടി കൊടുക്കുന്നതിൻ്റെ ഫോർമാലിറ്റീസ്, അതിന് പെട്രോൾ അടിക്കണം, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. സോ അതൊക്കെ തീർക്കണം. ഇതെല്ലാം കൂടെ തീർത്തിട്ട് വേണം നമുക്ക് വണ്ടി കൊണ്ട് എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാനായിട്ട്. ഇനി അതിന് വേറെ എന്തെങ്കിലും ഫോർമാലിറ്റി ഉണ്ടോ എന്നൊന്നും എനിക്ക് അറിയില്ല. അതൊക്കെ നമുക്ക് അവിടെ പോയി നോക്കേണ്ടതായിട്ടുണ്ട്. സോ നമ്മുടെ ചാവി എടുത്തു. ഇവിടെ എല്ലാം പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചു. ഓൾ ഗുഡ്. എല്ലാം അടുക്കി പറിച്ച് വെച്ചു. വേസ്റ്റ് കളയാനുള്ള വേസ്റ്റാണ്. നമ്മുടെ വേസ്റ്റ് നമ്മൾ തന്നെ താഴെ കൊണ്ട് കളയണം വേസ്റ്റ്. പിന്നെ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യാനുണ്ടല്ലോ, ലൈറ്റ് ഓഫ് ചെയ്തു. ബാക്കിയെല്ലാം ഓക്കെ അല്ലേ? AC ഓഫ് ചെയ്തു. എവറിത്തിങ് ഈസ് ഓൾ റൈറ്റ്. നമ്മളൊരു Airbnb അല്ലെങ്കിൽ എവിടെയെങ്കിലും താമസിക്കുമ്പോഴത്തേക്കിനും നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോകുമ്പോഴത്തേക്കിനും, അതിപ്പോൾ ഹോട്ടലാണെങ്കിൽ പോലും അവിടേക്ക് ഒന്ന് വൃത്തിയാക്കി ഇടുക എന്നുള്ളൊരു ബേസിക് മാനേഴ്സാണ്. അല്ലെങ്കിൽ അലമ്പാക്കി ഇടാതെ പോവുക എന്നുള്ളതൊരു ബേസിക് മാനേഴ്സായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ മാക്സിമം എന്നെ കൊണ്ടാവുന്ന രീതിയിലുള്ള സംഭവങ്ങൾ ചെയ്യാൻ ശ്രമിക്കാറുമുണ്ട്. ഓക്കെ, സോ വി വിൽ ഗോ. യെസ് ഗൈസ്, സോ ദർ ഈസ് മൈ വണ്ടി. ഇന്ന് രാവിലെ ആയതുകൊണ്ട് അനക്കമൊന്നുമില്ല. രാവിലെ 7 മണി ആയതേ ഉള്ളൂ. സോ വലിയ അനക്കം പരിപാടികളൊന്നുമില്ല. നമുക്ക് ഈ വേസ്റ്റ് ഒന്ന് കളഞ്ഞിട്ട് വരാം. ഈ റോഡൊക്കെ കാലയാണല്ലോ. നോബഡി എനിബഡി. ഇതാണ് ഞാൻ താമസിച്ച Airbnb. ഇത് താഴെ ഒരു ഐസ്ക്രീം ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. 3 Airbnb ഫുള്ളാന്ന് തോന്നുന്നു. Airbnb-ലെല്ലാം വണ്ടികളുണ്ട്. 3 വണ്ടികളൂടെ കിടപ്പുണ്ട്. ഇത് എല്ലാം സിസ്റ്റമാറ്റിക് കേട്ടോ, മനസ്സിലായില്ലേ? നമ്മുടെ ട്രാഷ് കളയാനുള്ള സ്ഥലം. അത് തുറക്കുമ്പോൾ മൂക്ക് പൊത്തി വേണം തുറക്കാനായിട്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഈ വണ്ടി അടിപൊളിയായിരുന്നു കേട്ടോ. ഈ വണ്ടിയുടെ ബൂട്ടിനകത്ത് എന്നാ സ്പേസാണെന്നറിയാമോ? ഓഹ്, എന്തൊരു സ്പേസ് ഉണ്ടെന്നറിയോ? ഇനി പെട്രോൾ അടിക്കണം. ഇതിന് പമ്പ് എവിടെയാണ് കണ്ടുപിടിക്കട്ടെ. ഇതിനകത്ത് ഏതാ പെട്രോള്? ഇതെങ്ങനെ മനസ്സിലാക്കുന്നത്? ഇത് പരിപാടി ചോദിക്കാനായിട്ട് ഇവിടെ ആരും ഇല്ലല്ലോ. പെട്രോൾ ഏതാണെന്ന് ചോദിച്ച് മനസ്സിലാവുന്നില്ല. നമ്മുടെ നാട്ടിലെ പോലെ അല്ലല്ലോ ഈ സിസ്റ്റം. അതാണ് ഈ കുന്തം മനസ്സിലാവാത്തത്. ഇത് പെട്രോൾ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? This okay? Fuel, same.
സെയിം പെട്രോൾ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? ഓക്കെ, ഒരു ഐഡിയ ഇല്ല, എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പുറത്ത് വന്നു. ഞാൻ ആദ്യം അകത്ത് പോയി എൻ്റെ ക്രെഡിറ്റ് കാർഡും എൻ്റെ ID കാർഡും അകത്ത് കൊടുത്തേ, അന്നേരമാണ് അവർ ഈ പമ്പ് ഓപ്പൺ ആക്കി തരുന്നത്. അപ്പം ഇവിടെ വേറെ സ്റ്റാഫൊന്നുമില്ല, നമ്മൾ തന്നെ അപ്പനെ അടിക്കണം എന്നാ പരിപാടി എന്നുള്ളത്. താങ്ക് യു. എൻ്റെ പൊന്നെ, അങ്ങനെ പെട്രോൾ തന്നെയാണെന്ന് തോന്നുന്നു. എന്തോ ഒരു ഇന്ധനം ഞാനിതിനകത്ത് അടിച്ച്. ഇത് എങ്ങനെയാണിത്? ഇത് 67-87 എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു ഡിഫറെൻറ്റ് വേരിയൻ്റ് ഓഫ് പെട്രോൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമ്മളങ്ങനെ അടിച്ചു ഗൈസ്. എയർപോർട്ടിൽ പോകണ്ടേ? അപ്പോൾ ഇനി അവിടെ പോയിട്ട് അവിടെ എന്തൊക്കെയാണ്, ഞാൻ അങ്ങനെ അധികം റെൻറ്റേ കാർ എടുക്കാറില്ലല്ലോ. അപ്പോൾ അത് എനിക്ക് ഇത് 1-2 അവിടെ എടുത്തു കഴിയുമ്പോഴത്തേക്കിനും സംഭവം കളറാവും. ഇതിന് വെറുതെ അവിടെ കൊണ്ടിട്ടിട്ട് പോയാൽ മതി, വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പക്ഷെ എന്നാലും നമുക്ക് 100 കൂട്ടം സംശയങ്ങളായിരിക്കുമല്ലോ, ഇതെങ്ങനെയാണ്, എന്താണ്, എങ്ങനെയാണ് പരിപാടി എന്നുള്ളത്. രാവിലെ എയർപോർട്ടിലേക്കുള്ള ഹൈവേ ഒക്കെ കാലിയാണെന്ന് തോന്നുന്നു. എയർപോർട്ടിലേക്ക് ഒരു എക്സ്പ്രസ് ഹൈവേ ഇവർ പണിത് വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന ഒരു പാലം നോക്കിയേ, പാലത്തിൻ്റെ മേളിൽ ഒരു കുന്തവും ഇല്ല, കോൺക്രീറ്റ് റോഡാണ്, നല്ല അടിപൊളി റോഡാണ്. ഇവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര പറപ്പീരാട്ടോ, വണ്ടിയൊക്കെ ഭയങ്കര സ്പീഡിലാണ് ഇവന്മാർ ഓടിക്കുന്നത്. അതായത് മിനിമം സ്പീഡ് ഉണ്ടല്ലോ, ആ മിനിമം സ്പീഡ് കീപ്പ് ചെയ്യും, മിനിമം സ്പീഡ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരേ സ്പീഡിൽ പോകും. ആ വിമാനം പോകുന്ന പോലത്തെ ശബ്ദമാണ് ഈ കോൺക്രീറ്റ് റോഡിൽ കൂടെ വണ്ടി പോകുന്ന കേൾക്കുമ്പോഴത്തേക്കിനും അല്ലേ? എയർപോർട്ടിൽ വരുമ്പോൾ തന്നെ കൃത്യമായിട്ട് കാർ റെന്റൽ റിട്ടേൺ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാ കമ്പനികളുടെയും ബോർഡ് ഇതുപോലെ എഴുതി വെച്ചിട്ടുണ്ട്. കറക്റ്റ് നമുക്ക് അവരുടെ സ്ഥലത്ത് നേരെ കൊണ്ട് കൊടുത്താൽ മതി. താങ്ക് യു. താങ്ക് യു. അത്രേ ഉള്ളൂ പരിപാടി, സിമ്പിൾ. റെസീപ്റ്റ് ഒക്കെ ഓൺലൈനിൽ വരും, ബാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്യും, ടോളിൻ്റെ ചാർജൊക്കെ അവർ എടുക്കും. ഹൗ ടു ഗോ ടു ദ ടെർമിനൽ? This way, right? Oh, yeah. Okay. Elevator, second floor. Thank you. സംഭവം കളറല്ലേ? ഇത്രേ ഉള്ളൂ പരിപാടി. ഇത് ഭയങ്കര സിമ്പിൾ പ്രൊസീജിയേഴ്സ് ആയിരുന്നു, എനിക്കറിയില്ലായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും വണ്ടി എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പണി ആയി കഴിഞ്ഞാൽ മാത്രമേ പണി വരുള്ളൂ, ഇല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്കിനി ബ്രിട്ടീഷ് വെർജിൻ അല്ലല്ലോ, ഇങ്ങോട്ടാ പറയാം, ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡ്സ്. മറന്നുപോകാം, ഓരോ ദിവസം ഓരോ രാജ്യങ്ങളല്ലേ. അപ്പോൾ ഇനി ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡിലേക്കുള്ള കാഴ്ചകളായിട്ട് നാളെ കാണാം. ബൈ.